അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് നോക്കിക്കോട്ടോ. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x √1 - x² 2 സൈൻ ഇൻവേഴ്സ് x. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അത് +1 പഠിക്കുന്നതാണ്. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. ഈ 3 ഐഡൻറ്റിറ്റി പഠിക്കുക. പൈതഗോറിയൻ ഐഡൻറ്റിറ്റി എന്നാണ് ഇതിനെ പറയുക. പേരൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് sin² θ + 1 cos² θ = 1. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വേറെ 2 ഫോർമുലയും കൂടി ഉണ്ട്. ദാറ്റ് ഇസ് sin² θ ഇവിടെ നിന്ന് എന്താ കിട്ടുക? ഈ cos² θ അപ്പുറത്ത് പോയാൽ 1 + cos² θ, അപ്പോൾ അപ്പുറത്ത് പോയാൽ -cos² θ. അതേപോലെ തന്നെ cos² θ എന്തായിരിക്കും? 1 - sin² θ അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. പ്രൂവ് ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x √1 - x² 2 സൈൻ ഇൻവേഴ്സ് x. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഉള്ളിലുള്ള ആൾക്കാർ നോക്കൂ, 2x √1 - x² അല്ലേ? ഇതൊക്കെ മാറിയിട്ട് എന്താവണം? പുറത്തൊരു 2 വരണം. അത് മാറിയിട്ട് ഒരു x എന്ന് മാത്രം വന്നാൽ മതി നമുക്ക് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് എപ്പോഴൊക്കെ ഇങ്ങനത്തെ ഷോ ദാറ്റ് വരുന്നോ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണോ, 1 - x² എന്ന് കണ്ടാൽ എക്സിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട 1 - x² ആണെങ്കിൽ, എല്ലാ ക്വസ്റ്റ്യൻസിനും അല്ല, ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എക്സിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സൈൻ തീറ്റ, സൈൻ എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, വേറൊരു ആംഗിൾ വേണം, അല്ലെങ്കിൽ കോസ് തീറ്റ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 - x² ആണെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് എക്സിന് പകരം അവർ ചെയ്ത എന്താ? എക്സിന് പകരം അവർ സൈൻ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് തീറ്റ എന്താ വരിക? അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ ആണെങ്കിൽ, ഓക്കെ, എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ രണ്ട് സൈഡിലും സൈൻ ഇൻവേഴ്സ് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ? സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്നാവില്ലേ? രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ വെച്ചു. സൈൻ ഇൻവേഴ്സ് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയാവും. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സും സൈനും എപ്പോഴൊക്കെ ഒപ്പം വരുന്നോ അപ്പോൾ അത് ഐഡൻറ്റിറ്റി ആയി മാറുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയും എന്ന് വിചാരിക്കുക. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല, എങ്കിലും അങ്ങനെ വിചാരിച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും ഒപ്പം വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് പോയി ബാക്കിയുള്ള ആംഗിൾ മാത്രമാവും. അപ്പോൾ അതാരാ? തീറ്റ. അതേപോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സും കോസും ഒപ്പം വന്ന എന്ത് സംഭവിക്കും? കോസ് ഇൻവേഴ്സും കോസും പോയിട്ട് തീറ്റയും ഐഡൻറ്റിറ്റി ആയി മാറുകയാണ്. നിങ്ങളത് അങ്ങനെ വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ എക്സിന് പകരം സൈൻ തീറ്റ എടുത്തു. റീസൺ എന്താ? ഇവിടെ 1 - x² വന്നത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എടുക്കാം അല്ലെങ്കിൽ കോസ് തീറ്റ എടുക്കാം. ഞാൻ സൈൻ തീറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും സൈൻ ഇൻവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടില്ലേ? അതാണ് അവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. അതിൽ എക്സിന് പകരം എന്ത് കൊടുത്തു? സൈൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെ ഇത് വരിക ഒന്ന് പറയൂ? എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്താൽ എങ്ങനെയായിരിക്കും ഇവിടെ വരിക? സൈൻ ഇൻവേഴ്സ് അല്ലേ, 2 ഇൻറ്റു എക്സിന് പകരം എന്താ കൊടുത്തത്? സൈൻ തീറ്റ. നോക്കൂ, ഇങ്ങനെയല്ലേ വരിക? 2 ഇൻറ്റു സൈൻ തീറ്റ റൂട്ട് ഓഫ്, അതേപോലെ എഴുതി 1 - x². എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്താ? സൈൻ തീറ്റേൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? sin² തീറ്റ. അപ്പോൾ 1 - sin² തീറ്റ. അതിനാണ് മക്കളെ ഞാൻ ഈ പൈതഗോറിയൻ ഐഡൻറ്റിറ്റി പഠിക്കണം എന്ന് പറഞ്ഞേ. 1 - sin² തീറ്റ എന്തായി വന്നു? cos² തീറ്റയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഇതിന് പകരം എന്ത് കൊടുക്കാം? cos² തീറ്റ. അപ്പോൾ എങ്ങനെ വരിക? അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ട് cos² തീറ്റയാണ് അല്ലേ? റൂട്ട് cos² തീറ്റ എങ്ങനെയാണ് കോസ് തീറ്റ ആയത്? റൂട്ടും സ്ക്വയറും ഒപ്പം വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യും. അത് രണ്ട് ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ സ്ക്വയറും റൂട്ടും പോയിട്ട് എന്താവും? കോസ് തീറ്റ ആവും. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ അറിയുന്നതാണ്. ഇനി പഠിക്കേണ്ട ഒരു ഐഡൻറ്റിറ്റി ആണ് ഇത്. സൈൻ 2 തീറ്റ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ് പറയുന്നത്: സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതും കൂടി പഠിക്കുക കേട്ടോ. സൈൻ 2 തീറ്റ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, 2 സൈൻ തീറ്റ കോസ് തീറ്റ, ഇതൊക്കെ +1 പഠിച്ചതാണേ. അപ്പോൾ നോക്കി, ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ഇനി എപ്പോഴൊക്കെ സൈൻ ഇൻവേഴ്സും സൈനും ഒപ്പം വരുന്നോ അത് പോയി ബാക്കി ആംഗിൾ മാത്രമാവും. ആംഗിൾ ഏതാ ഇവിടെ? 2 തീറ്റ. അപ്പോൾ നമ്മൾ 2 തീറ്റ എന്ന് എഴുതി.
പക്ഷെ നോക്കൂ തീറ്റ നമ്മൾക്ക് എങ്ങനെ കിട്ടിയത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നല്ലേ. അപ്പോൾ ആ തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളത് പ്രൂവ് ചെയ്തു, അതുകൊണ്ട് ആൻസർ ആയി. അപ്പോൾ ഏകദേശം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയൊക്കെ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, സെക്കൻഡ് വൺ. ഇതിന് നമുക്ക് കോസ് ഇൻവേഴ്സ് എന്നാണ് കിട്ടണ്ടേ അല്ലേ. സൈൻ ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എക്സിന് പകരം സൈൻ തീറ്റ. കാരണം 1 - x² വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സിന് പകരം നിങ്ങൾക്ക് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്പോഴാണ് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിൽ സൈൻ വരികയാണെങ്കിൽ. കോസ് തീറ്റ എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിൽ കോസ് ആണ് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് വരണ്ടേ. അപ്പോൾ എക്സിന് പകരം നിങ്ങൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടോ കോസ് തീറ്റ. എക്സ് കോസ് തീറ്റ ആണെങ്കിൽ വാട്ട് ഇസ് തീറ്റ, തീറ്റ എന്താവും, നമുക്ക് നേരത്തെ ചെയ്തില്ല എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്താ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. തീറ്റ എന്തായിരിക്കും, കോസ് അങ്ങോട്ട് പോയി എന്നൊക്കെ ആലോചിച്ചാലും മതി വേണമെങ്കിൽ. കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, അപ്പം ആ 2 സ്റ്റെപ്പ് ആദ്യം എഴുതുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന് പകരം എന്ത് കൊടുക്കുക, കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ഏകദേശം സിമിലർ ആണ്. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - കോസ് സ്ക്വയർ തീറ്റ. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കേണ്ടത് കേട്ടോ. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - സൈൻ സ്ക്വയർ തീറ്റയാണ്. പിന്നെ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ആൻഡ് ഓൾസോ എപ്പോഴൊക്കെ ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ പ്രൂവ് ദാറ്റ് വന്നിട്ട് 1 - x² എന്ന് പറയുന്ന ടേം ഉണ്ടോ, അപ്പോൾ ആ എക്സിന് പകരം എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒന്നെങ്കിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡ്.